ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ചാപ്റ്റർ 6 ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എന്താണ് ഊർജ്ജ സ്രോതസ്സുകൾ? എന്താണ് ഊർജം? ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ. ഊർജത്തെ കണ്ടവരുണ്ടോ? ഊർജത്തെ നിങ്ങൾക്ക് കാണാനോ തൊടാനോ സാധിക്കുമോ? ഇതൊക്കെ നമുക്ക് നോക്കണ്ടേ. എന്താ ആ ചിത്രത്തിൽ കാണുന്നത്? എന്താണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? ചിലർ പന്ത് തട്ടുന്നു, കുറച്ചു കുട്ടികൾ പന്ത് പിടിക്കുന്നു, ബാറ്റ് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു ഒക്കെ കാണുന്നുണ്ടല്ലേ. തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ക്ഷീണം അനുഭവപ്പെടുന്നത്? നമുക്ക് ഊർജം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ക്ഷീണം അനുഭവപ്പെടുന്നത് അല്ലേ. നമ്മൾ വീണ്ടും ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചാലേ നമുക്ക് വീണ്ടും ഊർജം കിട്ടുകയുള്ളൂ അല്ലേ. കളിക്കുമ്പോൾ നാം വിവിധ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ. കളിക്കുമ്പോൾ നമ്മൾ വിവിധ പ്രവർത്തികൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഊർജം നഷ്ടമാകുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പ്രവൃത്തി ചെയ്യാനും എന്ത് വേണം? ഊർജം വേണം. കളിക്കുക, സംസാരിക്കുക, പാട്ട് പാടുക, നടക്കുക, അധ്വാനിക്കുക, ഇങ്ങനെ ഏത് പ്രവൃത്തി ചെയ്യാനും ശക്തി അഥവാ ഊർജം ആവശ്യമാണ് ആണല്ലോ. എങ്കിൽ നമുക്ക് ഊർജത്തിനൊരു നിർവചനം നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല, വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. അപ്പൊ എന്താണ് ഊർജം എന്നുള്ളത് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. 1 മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പൊ എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തെ നമുക്ക് കാണാനോ തൊടാനോ ഒന്നും കഴിയില്ല. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് എഴുതി നോക്കൂ എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, അരി വേവണമെങ്കിലും നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങണമെങ്കിലും നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിലും ബൾബും ഫാനും ഒക്കെ പ്രവർത്തിക്കണമെങ്കിലുമൊക്കെ ഊർജം ആവശ്യമാണ് അല്ലേ. വിവിധ തരം ഊർജ രൂപങ്ങളാണ് ഇവയ്ക്കൊക്കെ ഉപകരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പാചകം ചെയ്യാൻ എന്നവിടെ തന്നിട്ടുണ്ട്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ, ഫോൺ ചാർജ് ചെയ്യാൻ, വസ്തുക്കൾ ഉണക്കാൻ, ക്ലോക്കുകൾ, വാച്ചുകൾ തുടങ്ങിയവ പ്രവർത്തിപ്പിക്കാൻ, വെള്ളം പമ്പ് ചെയ്യാൻ, വസ്ത്രങ്ങൾ അലക്കാൻ. ഇതെല്ലാം നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്തവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. പാചകം ചെയ്യാനുള്ള ഊർജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? എവിടെ നിന്നെല്ലാമാണ് പാചകം ചെയ്യാനുള്ള ഊർജം ലഭിക്കുന്നത്? നമ്മൾ പാചകം ചെയ്യാൻ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അടുപ്പില് വിറക് വെച്ച് തീ കത്തിച്ച് നമ്മൾ ഊർജം കണ്ടെത്തുന്നു. പിന്നെ മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കുന്നുണ്ട്, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ചൂട് കൊണ്ടാണ് നമ്മൾ ആഹാരം പാകം ചെയ്യുന്നത്, താപം കൊണ്ടല്ലേ. നമുക്കിനി ഇന്ധനങ്ങളെ കുറിച്ച് നോക്കാം. ഇന്ധനങ്ങൾ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്ന് തന്നിട്ടുണ്ട്. 3 ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് വിറകടുപ്പ്, രണ്ടാമത്തേത് മണ്ണെണ്ണയടുപ്പ്, മൂന്നാമത്തേത് ഗ്യാസ് അടുപ്പ്. ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? വീടുകളിൽ ഏതൊക്കെ തരം അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്? ഇവയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വിറകടുപ്പ്, മണ്ണെണ്ണയടുപ്പ്, ഗ്യാസ് അടുപ്പ്, പിന്നെ എന്തുപയോഗിക്കും? ഇൻഡക്ഷൻ കുക്കർ. ഇതൊക്കെയാണ് നാം വീടുകളിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണ് ഉള്ളത്? നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ടോ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത് നോക്കൂ. ആഹാരം പാകം ചെയ്യുന്നതിനാണല്ലോ അടുപ്പ് ഉപയോഗിക്കുന്നത്. ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത്. ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ്? അപ്പോൾ നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെ കണ്ടു? വിറകടുപ്പിൽ വിറകാണ് താപം ലഭിക്കാൻ വേണ്ടി കത്തിക്കുന്നത് അല്ലേ. ഗ്യാസിലോ ഗ്യാസാണ്. മണ്ണെണ്ണയിലോ മണ്ണെണ്ണയാണ് കത്തുന്നത്. നമുക്ക് അതവിടെ എഴുതാം. വിറകടുപ്പ് വിറക് കത്തിക്കുന്നു, മണ്ണെണ്ണയടുപ്പ് മണ്ണെണ്ണ കത്തിക്കുന്നു, ഗ്യാസ് അടുപ്പ് പാചകവാതകം കത്തിക്കുന്നു. താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ എഴുതി നോക്കൂ. നമുക്ക് എഴുതാം. മരമില്ലുകളിൽ നിന്നുള്ള പൊടി, ചാണകവറളി, ഇതെല്ലാം താപം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. എന്താണ് ഇന്ധനങ്ങൾ? കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നു. ഇത് പഠിച്ചു വെച്ചേക്കണേ.
കത്താൻ സഹായിക്കുന്നത് എന്ത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഇത് നമുക്കറിയാം. അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ? ഇല്ലല്ലേ, ചിലപ്പോഴൊന്നും കത്താറില്ല, ഇരുന്ന് പുകയുന്നത് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കുഴലെടുത്ത് ഊതി കൊടുക്കാറുണ്ട് അല്ലേ? വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് സാധാരണയായി വിറകടുപ്പ് കത്താൻ വേണ്ടി? അവിടെ തന്നിട്ടുണ്ട്, കുഴൽ ഉപയോഗിച്ച് ഊതുന്നു, അപ്പോൾ തീ കത്തുമല്ലോ. 2, അടുപ്പിന്റെ വിസ്താരം കൂട്ടുന്നു. 3, കുറച്ച് വിറക് മാറ്റി ധാരാളം വായു കടക്കാൻ അനുവദിക്കുന്നു. കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് എന്തിനായിരിക്കാം നമ്മൾ തീ കത്താതിരിക്കുമ്പോൾ കുഴൽ ഉപയോഗിച്ച് ഊതി കൊടുക്കുന്നത്? കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ തുടർച്ചയായി വായു ലഭിക്കുന്നു. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. അതുകൊണ്ടാണ് കുഴലിലൂടെ ഊതി അടുപ്പിലേക്ക് നന്നായി വായു കടത്തിവിടുമ്പോൾ വിറക് നന്നായി കത്തുന്നത് എന്നവിടെ എഴുതാവുന്നതാണ്. കത്താൻ വായു ആവശ്യമുണ്ടോ? കത്താൻ വായു ആവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊരു പരീക്ഷണത്തിലൂടെ നമുക്ക് തെളിയിക്കാം. ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരേ വലിപ്പമുള്ള 2 മെഴുകുതിരികൾ എടുക്കുക, രണ്ടും കത്തിച്ചു വെക്കുക. ഗ്ലാസ് കൊണ്ട് ഒരു മെഴുകുതിരി മൂടുക. 2 മെഴുകുതിരികളും നിരീക്ഷിക്കുക. അവയ്ക്ക് എന്ത് സംഭവിച്ചു? ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ്? പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? 2 മെഴുകുതിരികൾ എടുത്ത് കത്തിച്ചു വെക്കുക, ഒരെണ്ണം ഗ്ലാസ് കൊണ്ട് മൂടുക. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്ലാസ് കൊണ്ട് മൂടാതെ വായുവിൽ തുറന്നു വെച്ച മെഴുകുതിരി കത്തുന്നതായും ഗ്ലാസ് കൊണ്ട് മൂടിയ മെഴുകുതിരി അല്പസമയത്തിനകം അണയുന്നതായും കാണാം. ഗ്ലാസിനകത്തെ വായു, ഓക്സിജൻ വാതകം തീർന്നപ്പോഴാണ് മെഴുകുതിരി അണഞ്ഞത്. തുടർച്ചയായി വായു ലഭിച്ച മെഴുകുതിരി അണയാതെ കത്തുന്നു. കത്താൻ ഓക്സിജൻ ആവശ്യമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. ഈ പരീക്ഷണം ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചർ കാണിച്ചു തരും. നിങ്ങളും വീട്ടിൽ ചെയ്തു നോക്കുക. അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അടുപ്പിന്റെ ചിത്രം നിരീക്ഷിച്ചല്ലോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ? കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജ്ജം മുഴുവൻ പ്രയോജനപ്പെടുത്താനാവുന്നില്ല അല്ലേ? കാരണം കുറെ അടുപ്പിന്റെ പാത്രത്തിന് വെളിയിലൂടെയൊക്കെ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മുഴുവൻ ഉപയോഗപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം? താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? അവിടെ എഴുതിയിട്ടുണ്ട് ഒരെണ്ണം, പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാക്കണം. അത് ഒരെണ്ണം. ഇനി നമുക്ക് എഴുതി കൊടുക്കാം. അടിഭാഗം വീതി കൂടിയ പാത്രം ഉപയോഗിക്കാം. വശങ്ങളിലൂടെ തീ പടരുന്നത് ഒഴിവാക്കാം. വിറക് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തു നോക്കാം ഇന്ധനങ്ങളുടെ മറ്റുപയോഗങ്ങൾ. ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്നാൽ കാർ, ഓട്ടോറിക്ഷ തുടങ്ങിയ ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയവ ഉപയോഗിക്കുന്നു. വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. മറ്റേതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ചർച്ച ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ വാഹനങ്ങളിലും മിക്കവാറും ഡീസലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ, കാർ, ഓട്ടോറിക്ഷ മുതലായവയിൽ എന്താണ് ഉപയോഗിക്കുന്നത്? പെട്രോളും ഡീസലും ഉപയോഗിക്കാറുണ്ട്, ഗ്യാസും ഉപയോഗിക്കാറുണ്ട്. ഫാക്ടറികളിലൊക്കെ കൽക്കരി, നാഫ്ത, ഗ്യാസ് മുതലായവയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റേതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് എഴുതാം. 1, കാർഷിക വിഭവങ്ങൾ ഉണക്കാനുള്ള ട്രയറുകളിൽ. 2, കാർഷിക ആവശ്യത്തിന് ജലം പമ്പ് ചെയ്യാനുള്ള മോട്ടോറുകളിൽ. 3, വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്ക്. 4, ജനറേറ്ററുകളിൽ. 5, താപവൈദ്യുത നിലയങ്ങളിൽ. ഉറവിടം എന്ത്? പെട്രോൾ, ഡീസൽ തുടങ്ങിയവ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചറിയൂ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്രോളും ഡീസലും ഉണ്ടാക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നറിയാമോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാക്കുന്നത്. അപ്പൊ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവവസ്തുക്കളിൽ നിന്നാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും എങ്ങനെയാണ് ലഭിക്കുന്നത്? ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചാണ് ഇവ ഉണ്ടാകുന്നത്. പല കാരണങ്ങളാൽ ഭൂകമ്പം, ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തങ്ങൾ മൂലം ഭൂമിക്ക് അടിയിൽ പെട്ടുപോയ സസ്യാവശിഷ്ടങ്ങളാണ് മുഖ്യമായും കൽക്കരിയായി മാറുന്നത്. ഇതേപോലെ ജൈവാവശിഷ്ടങ്ങൾ ക്രൂഡ് ഓയിലായി മാറിയതിൽ നിന്ന് സംസ്കരിച്ചതാണ് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നത്. ജൈവ അവശിഷ്ടങ്ങളുടെ ജീർണനം വഴിയാണ് പ്രകൃതിവാതകവും രൂപപ്പെടുന്നത്. ഇത് മനസ്സിലാക്കി വെച്ചേക്കുക.
ചിത്രം കണ്ടോ? ചിത്രത്തിൽ എന്തൊക്കെയാണ്? എണ്ണ കിണർ കാണാം, അതുപോലെ എണ്ണ ശുദ്ധീകരണശാല കാണാം, അതുപോലെ പെട്രോൾ പമ്പ് കാണാം. കണ്ടല്ലോ. ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. അവിടെ LPG സിലിണ്ടർ കണ്ടോ? ആ ചിത്രവും നമുക്ക് കാണാം. അപ്പോൾ ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാൻ വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ്. ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൂടുതലും കൽക്കരി ഉപയോഗിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടേയിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ, അതായത് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് പറയുന്നത്. ഫോസിൽ ഇന്ധനം ഒരു പുതുക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സാണ്, മനസ്സിലാക്കി വെക്കണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നത്. ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, പുതുക്കാൻ കഴിയാത്ത ഊർജം എന്ന് പറയാൻ കാരണം. ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കൂ. ഫോസിൽ ഇന്ധനങ്ങൾ, പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി എന്നിവിടെ തന്നിട്ടുണ്ട്. നമുക്ക് എഴുതി കൊടുക്കാം. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, LPG, നാഫ്ത, ഇതെല്ലാം നമ്മൾ ക്രൂഡ് ഓയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നവയാണ്. അപ്പൊ അതെല്ലാം നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളെല്ലാം തന്നെ പഠിക്കണം. പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, കൽക്കരി, പിന്നെന്താണ്, നമ്മൾ ഭൂമിക്കടിയിൽ പെട്ടുപോയ സസ്യാവശിഷ്ടങ്ങളാണ് മുഖ്യമായും കൽക്കരിയായി മാറുന്നത് എന്ന് പഠിച്ചു. ഇതേപോലെ ജൈവ അവശിഷ്ടങ്ങൾ ക്രൂഡ് ഓയിലായി മാറിയതിൽ നിന്ന് സംസ്കരിച്ചാണ് പെട്രോളും ഡീസലും LPGയും മണ്ണെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രൂഡ് ഓയിലിന് താഴെ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ, LPG, നാഫ്ത എന്ന് എഴുതി കൊടുത്തത്. അടുത്ത് നോക്കാം ഇന്ധനങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ. പലതരം ഇന്ധനങ്ങളെ പറ്റി മനസ്സിലാക്കിയില്ലേ? അവയിൽ ചിലതാണ് വിറക്, മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത, കൽക്കരി, LPG തുടങ്ങിയവ. അപ്പോൾ കുറച്ച് ഇന്ധനങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റ് ഇന്ധനങ്ങളും കണ്ടെത്തി അവ ഏതെല്ലാം അവസ്ഥയിലാണെന്ന് കൂട്ടങ്ങളാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവസ്ഥ അനുസരിച്ച് കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹരം, ദ്രാവകം, വാതകം. അപ്പൊ 3 അവസ്ഥകൾ തന്നിട്ടുണ്ട്. ഹരാവസ്ഥയിലുള്ളവ നമുക്ക് നോക്കാം. വിറക്, കൽക്കരി, നാഫ്ത, കരിമ്പിൻ ചണ്ടി, ചാണക വറളി. ദ്രാവകം പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, എഥനോൾ. വാതകം പ്രകൃതിവാതകം, ഹൈഡ്രജൻ, പെട്രോളിയം വാതകം, കൽക്കരി വാതകം, ബയോഗ്യാസ്, വാട്ടർ ഗ്യാസ്. അപ്പൊ ഇതെല്ലാം തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് ചോദിക്കും. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. അപ്പൊ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാലക്രമത്തിൽ തീവണ്ടിയുടെ ഇന്ധന ഉപയോഗത്തിൽ വന്ന മാറ്റം നോക്കൂ. അവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഒന്നാമത്തെ ചിത്രം നോക്കൂ, കൽക്കരി തീവണ്ടിയാണ്. രണ്ടാമത്തത് ഡീസൽ തീവണ്ടിയാണ്. മൂന്നാമത്തതോ വൈദ്യുത തീവണ്ടിയാണ്. അപ്പോൾ ഇന്ധനത്തിൽ വന്ന മാറ്റം നോക്കൂ. കൽക്കരിയിൽ നിന്ന് ഡീസലിലേക്ക് മാറി, ഡീസലിൽ നിന്ന് വൈദ്യുതിയിലേക്ക് മാറി. ഭൂമിയിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന ഇന്ധനങ്ങൾക്ക് പകരം ഇന്ന് വ്യത്യസ്തമായ ഒട്ടേറെ ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. പഴയകാല വാഹനങ്ങളിൽ കൽക്കരി ഉപയോഗിച്ചിരുന്നപ്പോൾ ക്രമേണ അത് കൂടുതൽ സൗകര്യപ്രദമായ ഡീസൽ, പെട്രോൾ തുടങ്ങിയവയിലേക്കും പിന്നീട് വൈദ്യുതിയിലേക്കും മാറുകയുണ്ടായി. ഈ രംഗത്ത് ഇനിയും ഒരുപാട് പൊതുഗവേഷണങ്ങളും മാറ്റങ്ങളും നടക്കുകയാണ്. അപ്പോൾ നമുക്കെന്താ, ഭാവിയിൽ വലിയ വലിയ മാറ്റങ്ങൾ, പുതിയ ഇന്ധനങ്ങൾ കണ്ടെത്താം. വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തീവണ്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലാത്ത ജീവിതം നമുക്കിന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ലല്ലോ. എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നത്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വിവിധ രീതികളുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് നോക്കാം, ജലവൈദ്യുതി. ജലത്തിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ജലവൈദ്യുതിക്ക് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ജലചക്രത്തിന്റെ മാതൃക നിർമ്മിച്ച് പരീക്ഷണം ചെയ്തു നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലൊരു മാതൃക നിർമ്മിച്ച് നിങ്ങളും പരീക്ഷണം ചെയ്തു നോക്കണം. ഉപകരണത്തിന്റെ നിർമ്മാണക്കുറിപ്പ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്ന് പറയുന്നുണ്ട്. നിർമ്മാണക്കുറിപ്പിൽ എന്തെല്ലാം വേണം? ഉപകരണത്തിന്റെ പേര്, നിർമ്മാണ ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, രേഖാചിത്രം, നിർമ്മാണ ഘട്ടങ്ങൾ എന്നിവ അതിൽ വേണം.
നിർമ്മാണക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനു മുന്നേ നമുക്ക് ജലവൈദ്യുതി എന്താണ് എന്ന് നോക്കാം. ജലവൈദ്യുതി ഉൽപാദനത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ജലചക്രം അഥവാ ടർബൈൻ. ജലശക്തി ഉപയോഗിച്ചുള്ള ഇതിന്റെ കറക്കത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പൊ ജലവൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ജലവൈദ്യുതി ഉൽപാദനത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് എന്ത്? ജലചക്രം. ആ ജലചക്രം ടർബൈൻ ജലശക്തി ഉപയോഗിച്ച് കറക്കിയാണ് ഇവിടെ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണക്കുറിപ്പ് എഴുതാം. ഉപകരണത്തിന്റെ പേര് ജലചക്രം, ടർബൈൻ. നിർമ്മാണ ലക്ഷ്യം ജലശക്തി ഉപയോഗിച്ച് ചക്രം കറക്കൽ. ആവശ്യമായ സാമഗ്രികൾ: ടാപ്പ് ഉറപ്പിച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ, പ്ലാസ്റ്റിക് സ്പൂണുകൾ, കോർ, റബ്ബർ അടപ്പ്, ഇരുമ്പാണി, ടൂത്ത് പിക്ക്, സ്റ്റാൻഡുകൾ, ജലം, ട്രേ എന്നിവയാണ് വേണ്ടത്. നിർമ്മാണ ഘട്ടങ്ങൾ: മരം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ 2 സ്റ്റാൻഡുകൾ അടുത്തടുത്തായി വയ്ക്കുക. അവയിൽ ഒരേ ഉയരത്തിൽ അഭിമുഖമായി 2 ദ്വാരങ്ങൾ ഇടുക. സ്റ്റാൻഡുകൾക്കിടയിൽ സ്വതന്ത്രമായി കറങ്ങാൻ കഴിയും വിധം ഒരു കോർക്ക് അല്ലെങ്കിൽ റബ്ബർ മൂടി ഘടിപ്പിച്ച ശേഷം അതിലൂടെ ഒരു അച്ചുതണ്ട് പോലെ ഇരുമ്പ് കമ്പിയോ ടൂത്ത് പിക്കോ കടത്തിവിടുക. സ്റ്റാൻഡ് ഒരു ട്രേയിൽ ഉറപ്പിച്ച ശേഷം കോർക്കിൽ ഏതാനും പ്ലാസ്റ്റിക് സ്പൂണുകൾ, ഐസ്ക്രീം സ്റ്റിക്കുകൾ ചിത്രത്തിലേതുപോലെ ഉറപ്പിക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. ടാപ്പ് ഘടിപ്പിച്ച ഒരു ബോട്ടിലിൽ നിന്ന് ഇവയിലേക്ക് ജലം വീഴ്ത്തുക. വ്യത്യസ്ത ഉയരങ്ങളിൽ നിന്ന് ജലം വീഴ്ത്തുമ്പോൾ ഉള്ള ജലചക്രത്തിന്റെ കറക്കത്തിലെ മാറ്റം നിരീക്ഷിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ജലത്തിന്റെ ശക്തി കൊണ്ട് ജലചക്രം കറങ്ങിയതും കൂടുതൽ ഉയരത്തിൽ നിന്ന് ജലം വീഴുമ്പോൾ കറക്കം കൂടിയതും നിരീക്ഷിക്കാം. ഈ തത്വം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി നിർമ്മിക്കുന്നത്. അപ്പോ ജലത്തിന്റെ ശക്തി കൊണ്ട് ജലചക്രം കറങ്ങുകയും ഉയരം കൂടുന്നതിനനുസരിച്ച് ജലം വീഴുമ്പോൾ കറക്കം കൂടുകയും ചെയ്യുന്നു. വളരെ ഉയരമുള്ള സ്ഥലങ്ങളിലാണ് അണക്കെട്ടുകൾ ഉപയോഗിച്ച് കെട്ടിനിർത്തിയ ജലം താഴേക്കുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ജലചക്രങ്ങൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ ഉയരമുള്ള സ്ഥലങ്ങളിൽ അണക്കെട്ടുകൾ ഉപയോഗിച്ച് ജലം കെട്ടി നിർത്തിയാണ് താഴേക്കുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് ജലചക്രങ്ങൾ കറക്കുന്നു. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ജലവൈദ്യുതി ഉണ്ടാക്കുന്നത്. ഈ തത്വമാണ് ജലവൈദ്യുത നിലയങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ജലചക്രം കറങ്ങിയത്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വെള്ളം വീഴുന്നതിന്റെ ശക്തി കറക്കത്തിനെ സ്വാധീനിക്കുന്നുണ്ടോ? ജലശക്തി കൊണ്ടാണ് ജലചക്രം കറങ്ങിയതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ കറക്കം കൂടുന്നു. ഈ തത്വം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ വൈദ്യുതി നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിന്റെ വേഗതയിൽ മാറ്റം വരുമോ? മാറ്റം വരുമല്ലേ. ഉയരത്തിൽ നിന്ന് ജലം വീഴുമ്പോൾ കറക്കത്തിന്റെ വേഗത കൂടുന്നു, ഉയരം കുറയുമ്പോൾ കറക്കത്തിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് വെള്ളം നിറച്ച കുപ്പിയുടെ ഉയരം മാറ്റിയാൽ കറക്കത്തിന്റെ വേഗതയിൽ മാറ്റം വരും എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഈ ചാപ്റ്ററിന്റെ ജലവൈദ്യുതി എന്നുള്ള ഭാഗം വരെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗവുമായി കാണാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.